നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഹെൽത്തിന് ഒരു നല്ല ടിപ്സുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഞാൻ ഒരു യോഗിയെ കണ്ടിട്ടുണ്ടായിരുന്നു. യോഗി എന്ന് പറയുമ്പോൾ സാധാരണ സന്യാസിയായിട്ടുള്ള ഒരു യോഗിയല്ല, ഗൃഹസ്ഥ യോഗി. 74 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ബി.പിയോ ഷുഗറോ അങ്ങനത്തുള്ള യാതൊരുവിധ പ്രശ്നവുമില്ല. വളരെയധികം ഹെൽത്തിയാണ്. അതുകൂടാതെ ചികിത്സാ വിഷയത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു യോഗിയാണ് അദ്ദേഹം. അദ്ദേഹം 74 വയസ്സായി അദ്ദേഹത്തിന്. പണ്ടത്തെ MSc ഫിസിക്സ് ആണ്. നല്ല ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്നു അദ്ദേഹം ജയിൽ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെയധികം അറിവുള്ള വ്യക്തി. അതായത് ഹിന്ദു സമ്പ്രദായത്തെക്കുറിച്ച് സർവ്വതും അറിയാം. അതേപോലെ തന്നെ ബുദ്ധിസത്തെക്കുറിച്ചിട്ടും തിബിഡയെക്കുറിച്ചിട്ടും നല്ല അറിവുണ്ട്. വളരെ അറിവുള്ള ഒരു വ്യക്തി. അതുകൂടാതെ ചികിത്സാശാസ്ത്രത്തിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അതായത് ഏതൊരു രോഗത്തിനെയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചികിത്സിച്ച് മാറ്റാൻ അറിവുണ്ടായിരുന്നു. അതും മരുന്നൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള ചില ടെക്നിക്സ്. അപ്പോൾ രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും വന്ന രോഗം മാറ്റാൻ വേണ്ടിയിട്ടും അദ്ദേഹം 1-2 ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ ടിപ്സ് എല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എന്താ കിട്ടുന്നത്? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കിട്ടുന്ന അറിവ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ആർക്കെങ്കിലും ഗുണം വരും എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടിപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതിൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മളുടെ മലം ഒട്ടും തന്നെ ദുർഗന്ധമില്ലാത്തതായിരിക്കണം. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്. നമ്മുടെ മലം ദുർഗന്ധം ഉണ്ടെങ്കിൽ വയറിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. വയറിൽ അത് ആഹാരം ചീഞ്ഞളിയുകയാണ്. അത് കാരണമാണ് ഈ ദുർഗന്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ദുർഗന്ധം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർവ്വരോഗവും ഉണ്ടാകും. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് അജീർണം സർവ്വരോഗ കാരണം എന്ന്. അതായത് അജീർണത്താൽ എല്ലാ രോഗങ്ങളും ഉണ്ടാകും. ക്യാൻസർ മുതൽ നമ്മുടെ സാധാരണ ജലദോഷം വരെ എല്ലാ രോഗങ്ങൾക്കും ഉണ്ടാകാനുള്ള കാരണം ഈ അജീർണമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മുടെ മലം നമ്മൾ ടെസ്റ്റ് ചെയ്യുക, അത് ഒട്ടും തന്നെ ദുർഗന്ധം ഇല്ലാതായിരിക്കണം. ഇനി അഥവാ ദുർഗന്ധം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭക്ഷണം കുറേശ്ശെ കമ്മിയാക്കണം. ഇപ്പോൾ 5 ഇഡ്ഡലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനെ 4 ഇഡ്ഡലി ആക്കുക, 3 ഇഡ്ഡലി ആക്കുക. അങ്ങനെ നമ്മളൊരു 4-5 ദിവസം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റായിട്ട് ഏത് ഭക്ഷണം കഴിച്ചാലാണ് നമ്മുടെ മലം ഒട്ടും തന്നെ ദുർഗന്ധമില്ലാതെ പോകുന്നത്, ഈ അവസ്ഥയിൽ നമ്മളെത്തും. ഈ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രോഗം ഓട്ടോമാറ്റിക്കായിട്ട് മാറാൻ തുടങ്ങും. കാരണം അജീർണമില്ല, ശരിയായിട്ട് ദഹനം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കുറേശ്ശെ ഇല്ലാതാവും. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി അജീർണം ഇല്ലാതാക്കാൻ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ചിട്ട് നമ്മൾ കഴിക്കണം. അതായത് ഒരു 4 ഇഡ്ഡലി കഴിക്കാൻ ഏകദേശം 20 മിനിറ്റ് എടുക്കണം. അതായത് ഒരു ഇഡ്ഡലി നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ചെറിയ കഷ്ണം വായിൽ വെച്ചിട്ട് ഒരു 32 പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈജഷൻ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആകുന്നത് കാണാം. അതായത് നമ്മൾ ഈറ്റിംഗ് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണക്കമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് എന്ന് പറയുന്ന സാധനവും അതേപോലെ തന്നെ പച്ചമുളക് എന്ന് പറയുന്ന സാധനവും രണ്ടും ഉപേക്ഷിക്കണം. കാന്താരിയോ അത് ഏത് തരത്തിലുള്ള മുളകായിക്കോട്ടെ, പച്ചമുളക് ഉപേക്ഷിക്കണം, ചുവന്ന മുളക് ഉപേക്ഷിക്കണം. അതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാം? കുരുമുളക് ഉപയോഗിക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് മസാലയില്ലാത്ത ഭക്ഷണം ആർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. സാധാരണ പച്ചക്കറികൾ പുഴുങ്ങിയിട്ട് അങ്ങനെ ആൾക്കാർ കഴിക്കും. പക്ഷേ ഒരു മസാല അദ്ദേഹം പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ആ മസാല ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യാം. 80 ഗ്രാം മല്ലി എടുക്കുക, ഉണക്കമല്ലി. അതിൽ 10 ഗ്രാം കുരുമുളക് ചേർക്കുക, 10 ഗ്രാം ജീരകം ചേർക്കുക. ഇത് 3 കൂടി പൊടിച്ച് കഴിഞ്ഞാൽ ബേസിക് മസാലയായി. ഇനി അതിൽ വേറെയും എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഒരു 10 ഗ്രാം ഗ്രാമ്പൂ, ഏലക്ക, അതേപോലെ തന്നെ കറുവപ്പട്ട, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വെറും ഒരു 10 ഗ്രാം കൂടി ചേർക്കുക. അപ്പോൾ ടോട്ടൽ 110 ഗ്രാമായി. ഈ സാധനം എല്ലാം കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ കറിക്കിടേണ്ട മസാല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. നമ്മൾക്ക് ഒട്ടും തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മസാല കൂട്ടിയിട്ട് നമ്മൾ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ക്യാൻസറോ വായിൽ ക്യാൻസറോ അങ്ങനെ അല്ലെങ്കിൽ ശരീരത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗമുള്ള വ്യക്തി ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുക. ചായ കാപ്പി പരിപൂർണമായിട്ട് ഒഴിവാക്കുക. പിന്നെ ഒഴിവാക്കേണ്ട ഒരു സാധനമാണ് പാല് ഒരു കാരണവശാലും കഴിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സർവ്വരോഗം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പാലാണത്രേ. കാരണം നമ്മുടെ ശരീരത്തിന് പാലിനെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ രോഗം കുറേശ്ശെയായിട്ട് കമ്മിയാകുന്നത് കാണാം. അതുകൂടാതെ നമ്മുടെ ആ ദഹനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക. അതായത്
4 ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ അത് ഒരു ഇഡ്ഡലി നമ്മൾ കഴിക്കാൻ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സാവധാനം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ദഹനം വളരെ നല്ല രീതിയിൽ നടക്കും. ചായയ്ക്കും കാപ്പിക്കും പകരം ഒരു അയമോദക കാപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ടിപ്സ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഒരു പക്ഷേ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും, രോഗമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും രോഗത്തുനിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.